ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു രസം ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ രസം ഉണ്ടാക്കുന്ന വീഡിയോയിൽ കണ്ടു നോക്കാം. രസം ഉണ്ടാക്കുന്നതിന് നമ്മൾ ആദ്യം ഒരു നാരങ്ങ വലിപ്പമുള്ള വാളംപുളി നമുക്ക് ഇളം ചൂടുവെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെക്കാം. നമുക്ക് രസത്തിലൊഴിക്കാറാവുമ്പോഴത്തേക്ക് ഇത് കുതിർന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം. നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിനകത്ത് 1 ടീസ്പൂൺ ചെറുജീരകം, 4 വറ്റൽമുളക്, 1 ടീസ്പൂൺ കുരുമുളക് മുഴുവനായിട്ടിടണം, പക്ഷേ എൻ്റെ എല്ലാഞ്ഞുകൊണ്ട് ഞാൻ പൊടിയായിട്ടത്. അതുപോലെ തന്നെ ഒരു കഷ്ണം കായം ഞാൻ വറുത്തതിനകത്തിട്ടിരിക്കുകയാണ്. വെളുത്തുള്ളി ഒരു 8 അല്ലി ഇട്ട് കൊടുക്കാം. 6 കഷ്ണം ഉള്ളിയും ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കരുത്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. രസം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ആ കടുകും ഉലുവയും പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. കായപ്പൊടിയൊക്കെ ഞാൻ ഇതിലൂടെയാണ് വറുത്തത് ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 3 ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഉള്ളത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. ആ കായമൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു മണമാണ് വഴലുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ആവശ്യത്തിന് ഉള്ളിയെല്ലാം വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 നുള്ള് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം നല്ലപോലെ കുറയ്ക്കണേ, അല്ലെങ്കിൽ ആ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് തക്കാളി അടിച്ചു വെച്ചിരുന്നു. അത് ഇതിലേക്ക് ഒഴിക്കുക. അരിഞ്ഞു വേണമെങ്കിലും തക്കാളി ചേർക്കാം. നമ്മൾ ആ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പിഴിഞ്ഞെടുത്തത് ഇതിനോട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 2.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കുക. നല്ല ടേസ്റ്റാണ്. സ്വല്പം ഉപ്പും കൂടെ വേണം. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഓണത്തിന് എല്ലാവരും ഈ രസം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. തിളയ്ക്കാൻ തുടങ്ങി വരുന്ന ഈ രസത്തിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. 1 പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. അടച്ച് നമുക്ക് രസമൊന്ന് തിളച്ചെടുക്കാം. രസം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതാദ്യം മുതലേ നമ്മൾ ചെയ്യുമ്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പിലാണ് ഞാൻ ഈ രസം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു രസമാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.